ഹലോ കൂട്ടുകാരെ, 10ാം ക്ലാസ് ബോർഡ് എക്സാമിന് റെഡി ആയിട്ടിരിക്കുകയാണല്ലേ? അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത്. പവർ ഷെയറിംഗ് അഥവാ അധികാര പങ്കുവയ്ക്കൽ. ഇത് വെറും മാർക്കിനു വേണ്ടി മാത്രമല്ല കേട്ടോ. ഒരു രാജ്യം എങ്ങനെ സമാധാനത്തോടെ ഒന്നിച്ചു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ചാപ്റ്റർ നമ്മളെ ശരിക്കും സഹായിക്കും. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മുടെ ഇന്ത്യ തന്നെ എത്ര വലിയ ഉദാഹരണമാണ്. എത്രയെത്ര ഭാഷകൾ, സംസ്കാരങ്ങൾ, മതങ്ങൾ, എന്നിട്ടും നമ്മൾ ഒന്നായിട്ട് നിൽക്കുന്നു. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഈയൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. പവർ ഷെയറിംഗ് എന്ന ഐഡിയയുടെ പ്രാധാന്യം വരുന്നത് ഇവിടെയാണ്. ശരി, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്ന് പറയാം. ആദ്യം എന്താണ് ഈ പവർ ഷെയറിംഗ് പസിൽ എന്ന് നോക്കും. പിന്നെ 2 രാജ്യങ്ങളുടെ കഥ പഠിക്കും, ബെൽജിയവും ശ്രീലങ്കയും. ഒരാൾ വിജയിച്ചു, മറ്റൊരാൾ പരാജയപ്പെട്ടു. എന്തുകൊണ്ടെന്ന് നമ്മൾ കാണും. പിന്നെ എന്തിനാണ് അധികാരം പങ്കുവയ്ക്കുന്നത്, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കൂ. ഇത് കഴിയുമ്പോഴേക്കും ഈ ചാപ്റ്റർ നിങ്ങളുടെ കയ്യിലിരിക്കും, ഉറപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഈ പവർ ഷെയറിംഗ് എന്ന ആശയം ശരിക്കും മനസ്സിലാക്കാൻ ഒരേപോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്ന 2 രാജ്യങ്ങളെ നമ്മൾ താരതമ്യം ചെയ്യാൻ പോവുകയാണ്. യൂറോപ്പിലെ ബെൽജിയവും നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയും. സ്ക്രീനിൽ നോക്കൂ. ഈ 2 രാജ്യങ്ങൾക്കും ഒരു കോമൺ പ്രശ്നമുണ്ടായിരുന്നു. ഒന്നിൽ കൂടുതൽ ഭാഷ സംസാരിക്കുന്ന വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള ജനങ്ങൾ. ബെൽജിയത്തിൽ ഡച്ച് സംസാരിക്കുന്നവരായിരുന്നു കൂടുതൽ, ഫ്രഞ്ച് സംസാരിക്കുന്നവർ കുറവും. ഇനി ശ്രീലങ്കയുടെ കാര്യം നോക്കിയാലോ. അവിടെ സിംഹള സംസാരിക്കുന്നവർ ഭൂരിപക്ഷവും തമിഴ് സംസാരിക്കുന്നവർ ന്യൂനപക്ഷവും. അപ്പോ ഈ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും തമ്മിലുള്ള പ്രശ്നം അവരെങ്ങനെ കൈകാര്യം ചെയ്തു? അതാണ് ഈ 2 രാജ്യങ്ങളുടെയും കഥയെ മാറ്റിമറിച്ചത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് ആദ്യം ബെൽജിയത്തിന്റെ കഥ കേൾക്കാം. ശരിക്കും പറഞ്ഞാല് ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിൽ നിന്നാണ് ബെൽജിയം രക്ഷപ്പെട്ടത്. എന്നിട്ട് ലോകത്തിന് തന്നെ ഒരു മാതൃകയായി മാറി. അതെങ്ങനെ സംഭവിച്ചു? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് നോക്കാം. ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, രാജ്യത്ത് മൊത്തത്തിൽ 50% ആളുകൾ ഡച്ച് സംസാരിക്കുന്നവരാണ്. അതായത് അവരാണ് ഭൂരിപക്ഷം. അപ്പോ സ്വാഭാവികമായും അവർക്ക് രാജ്യം ഭരിക്കാമല്ലോ, അല്ലേ? പക്ഷേ അവിടെയാണ് കഥയിലെ ആ ട്വിസ്റ്റ്. പ്രശ്നം എന്തായിരുന്നെന്ന് വെച്ചാല് തലസ്ഥാന നഗരമായ ബ്രസൽസിലായിരുന്നു. രാജ്യത്ത് ഭൂരിപക്ഷമായ ഡച്ചുകാർ, തലസ്ഥാനത്ത് വെറും 20%. അതേസമയം രാജ്യത്ത് ന്യൂനപക്ഷമായിരുന്ന ഫ്രഞ്ചുകാർ, തലസ്ഥാനത്ത് 80%. അപ്പൊ കണ്ടില്ലേ, സീൻ ആകെ കോൺട്രയാണ്. രാജ്യത്തെ ഭൂരിപക്ഷം തലസ്ഥാനത്ത് ന്യൂനപക്ഷമാകുന്നു. ഈയൊരു കോംപ്ലിക്കേഷനാണ് അവിടെ വലിയൊരു പ്രശ്നത്തിന് തുടക്കമിട്ടത്. അപ്പോ ബെൽജിയം ഈ പ്രശ്നം എങ്ങനെ പരിഹരിച്ചു? ശരിക്കും ഒരു ജീനിയസ് സൊല്യൂഷൻ ആയിരുന്നു അത്. അവർ ഭരണഘടന 4 തവണ ഭേദഗതി ചെയ്തു. എന്നിട്ട് ഈ 4 കാര്യങ്ങൾ നടപ്പിലാക്കി. ഇത് പരീക്ഷയ്ക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചു കേൾക്കണം. 1. സെൻട്രൽ ഗവൺമെന്റിൽ ഡച്ച്, ഫ്രഞ്ച് മന്ത്രിമാരുടെ എണ്ണം തുല്യമാക്കി. 2. സെൻട്രൽ ഗവൺമെന്റിന്റെ പല അധികാരങ്ങളും സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് കൊടുത്തു. 3. ബ്രസൽസിന് വേണ്ടി ഒരു പ്രത്യേക ഗവൺമെന്റ് ഉണ്ടാക്കി. അവിടെയും 2 കൂട്ടർക്കും തുല്യ പ്രാതിനിധ്യം. 4. ഭാഷ, സംസ്കാരമൊക്കെ നോക്കാൻ കമ്മ്യൂണിറ്റി ഗവൺമെന്റ് എന്ന പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നു. കണ്ടോ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഈ ബെൽജിയം മോഡൽ രാജ്യത്തെ രക്ഷിച്ചു. ശരി, ബെൽജിയം പ്രശ്നം പരിഹരിച്ചത് നമ്മൾ കണ്ടു. പക്ഷേ ഇതേപോലത്തെ ഒരു പ്രശ്നം വന്നപ്പോ നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്ക എന്തു ചെയ്തു? അവർ തെരഞ്ഞെടുത്തത് നേരെ വിപരീതമായൊരു വഴിയായിരുന്നു. ആ വഴി അവരെ എവിടെയാണ് എത്തിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇനി ശ്രീലങ്കയിലെ കണക്കുകളിലേക്ക് നോക്കൂ. 74%, അത്രയും വലിയ ഭൂരിപക്ഷമുണ്ടായിരുന്നു സിംഹള സംസാരിക്കുന്നവർക്ക്. സ്വാഭാവികമായും നമ്മളാണല്ലോ ഇവിടെ കൂടുതല്, അപ്പം നമുക്കിഷ്ടമുള്ളതുപോലെ ഭരിക്കാം, ബാക്കിയുള്ളവരെ നോക്കണ്ട എന്നൊരു ചിന്ത അവരിൽ ചിലർക്കെങ്കിലും ഉണ്ടായി. ആ ചിന്തയുടെ പേരാണ് മെജോറിറ്റേറിയനിസം അഥവാ ഭൂരിപക്ഷവാദം. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണിത്. എന്താണിത്? ഭൂരിപക്ഷത്തിലുള്ള ആളുകൾക്ക് ന്യൂനപക്ഷത്തിന്റെ ഇഷ്ടങ്ങളോ ആവശ്യങ്ങളോ ഒന്നും നോക്കാതെ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ രാജ്യം ഭരിക്കാമെന്നുള്ളൊരു വിശ്വാസം. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ശ്രീലങ്കൻ സർക്കാർ ചെയ്തത് ഇതാണ്. അവരിതെങ്ങനെയാണ് നടപ്പിലാക്കിയതെന്ന് നോക്കൂ. 1956 അവരൊരു നിയമം കൊണ്ടുവന്നു. സിംഹള മാത്രമാണ് ഔദ്യോഗിക ഭാഷ, തമിഴിന് ഒരു സ്ഥാനവുമില്ല. പിന്നെ യൂണിവേഴ്സിറ്റി അഡ്മിഷനും ഗവൺമെന്റ് ജോലികൾക്കും സിംഹളക്കാർക്ക് മാത്രം മുൻഗണന. പോരാത്തതിന് ബുദ്ധമതത്തെ രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി സംരക്ഷിക്കാനും തുടങ്ങി. ഇതൊക്കെ കേൾക്കുമ്പോൾ തമിഴ് ജനതയ്ക്ക് എന്ത് തോന്നിയിട്ടുണ്ടാകും? തങ്ങൾ ഈ രാജ്യത്ത് അന്യരാണെന്ന് അവർക്ക് തോന്നിത്തുടങ്ങി. അതിന്റെ ഫലം എന്തായിരുന്നു? വിനാശകരം. തമിഴ് ജനതയ്ക്ക് തങ്ങൾ 2ാംകിട പൗരന്മാരാണെന്ന് തോന്നലുണ്ടായി. 2 വിഭാഗങ്ങളും തമ്മിലുള്ള വിശ്വാസം പൂർണ്ണമായി തകർന്നു.
അവസാനം അത് രാജ്യത്തെ ഒരു വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്കാണ് തള്ളിവിട്ടത്. എന്താണ് ഈ ആഭ്യന്തര യുദ്ധം അഥവാ സിവിൽ വാർ? ഒരു രാജ്യത്തിനകത്തുള്ള ആളുകൾ തന്നെ പരസ്പരം യുദ്ധം ചെയ്യുന്ന ഭീകരമായ ഒരവസ്ഥ. ശ്രീലങ്കയിൽ പതിറ്റാണ്ടുകളോളം ഈ യുദ്ധം നീണ്ടുനിന്നു. ആയിരക്കണക്കിന് പേർ മരിച്ചു, ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വന്തം വീട് വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. 2009 യുദ്ധം തീർന്നെങ്കിലും അതിന്റെ വേദന ഇന്നും അവിടെയുണ്ട്. അപ്പോ ഈ രണ്ട് കഥകളും നമ്മൾ കണ്ടു. ഒന്ന് സമാധാനത്തിന്റേതും മറ്റൊന്ന് സംഘർഷത്തിന്റേതും. ഇതിൽ നിന്ന് നമ്മൾ എന്ത് പാഠമാണ് പഠിക്കേണ്ടത്? എന്തിനാണ് പവർ ഷെയറിംഗ് ഇത്രയധികം പ്രധാനമെന്ന് പറയുന്നത്? നമുക്കതിന്റെ കാരണങ്ങളിലേക്ക് കടക്കാം. ഈ ടേബിൾ നോക്കിയാൽ മതി. ഈ ചാപ്റ്ററിന്റെ മുഴുവൻ ആശയവും ഒറ്റയടിക്ക് കിട്ടും. ബെൽജിയം എന്തു ചെയ്തു? ഒത്തുതീർപ്പ്. ഫലം സമാധാനം. ശ്രീലങ്ക എന്തു ചെയ്തു? ഭൂരിപക്ഷവാദം. ഫലം ആഭ്യന്തര യുദ്ധം. പാഠം വളരെ ക്ലിയർ അല്ലേ? ഇനി എക്സാമിന് ഷുവറായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, വൈ ഇസ് പവർ ഷെയറിംഗ് ഡിസൈറബിൾ? അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് പ്രുഡൻഷ്യൽ റീസൺ, അതായത് പ്രായോഗികമായ കാരണം. ഇത് നമ്മുടെ തലച്ചോറ് വെച്ച് ചിന്തിക്കുന്നത് പോലെയാണ്. രാജ്യത്ത് പ്രശ്നമൊന്നുമില്ലാതെ സമാധാനമായി പോവാൻ ഇതാണ് നല്ലത് എന്നൊരു കണക്കുകൂട്ടൽ. രണ്ടാമത്തേത് മോറൽ റീസൺ, അതായത് ധാർമ്മികമായ കാരണം. ഇത് നമ്മുടെ ഹൃദയം പറയുന്നത് പോലെയാണ്. ജനാധിപത്യത്തിന്റെ ശരി അതാണ്. അധികാരം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അത് പങ്കുവെക്കുക എന്നതാണ് ചെയ്യേണ്ട ശരിയായ കാര്യം. മനസ്സിലായോ? ഒന്ന് ബുദ്ധി കൊണ്ടും മറ്റൊന്ന് ശരി തെറ്റ് ബോധം കൊണ്ടും. ഓക്കെ, അപ്പൊ പവർ ഷെയറിംഗ് നല്ലതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതെങ്ങനെയാണ് ഒരു രാജ്യത്ത് നടപ്പിലാക്കുന്നത്? അതിന് 4 പ്രധാന രൂപങ്ങളുണ്ട്. ഈ ചാപ്റ്ററിലെ അവസാനത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണിത്. ശ്രദ്ധിക്കണേ. ആദ്യത്തേത് ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഒരേ ലെവലിലുള്ള പങ്കുവയ്ക്കല്. ഗവൺമെന്റിന്റെ 3 പ്രധാന ഭാഗങ്ങളില്ലേ? നിയമമുണ്ടാക്കുന്ന ലെജിസ്ലേറ്റർ, അത് നടപ്പിലാക്കുന്ന എക്സിക്യൂട്ടീവ്, പിന്നെ നീതി ഉറപ്പാക്കുന്ന ജുഡീഷ്യറി. ഇവർ 3 പേരും ഒരേ ലെവലിലാണ്. ആരും ആരുടെ മുകളിലല്ല. ഓരോരുത്തർക്കും മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റും. ഒരാൾക്ക് അധികാരം കൂടിയാൽ മറ്റുള്ളവർക്ക് അവരെ പിടിച്ചു നിർത്താം. ഈ സിസ്റ്റത്തിനെയാണ് നമ്മൾ ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണിത്. രണ്ടാമത്തേത് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് മുകളിൽ നിന്ന് താഴേക്കുള്ള പങ്കുവയ്ക്കൽ. നമ്മുടെ ഇന്ത്യ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. രാജ്യത്തിന് മുഴുവനായി ഒരു സെൻട്രൽ ഗവൺമെന്റ്, പിന്നെ ഓരോ സംസ്ഥാനത്തിനും സ്റ്റേറ്റ് ഗവൺമെന്റ്, അതിന്റെയും താഴെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും പോലെയുള്ള ലോക്കൽ ഗവൺമെന്റ്. ഇങ്ങനെ പല തട്ടുകളായി അധികാരം പങ്കുവയ്ക്കുന്നതിനെയാണ് നമ്മൾ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ രീതി, പലതരം സോഷ്യൽ ഗ്രൂപ്പുകൾ, അതായത് മതപരവും ഭാഷാപരവുമായ ഗ്രൂപ്പുകൾക്കിടയിൽ അധികാരം പങ്കുവയ്ക്കുക. എന്തിനാണിത്? ന്യൂനപക്ഷങ്ങൾക്ക് അധികാരത്തിലൊരു പങ്കു കൊടുക്കാൻ. ഓർമ്മയില്ലേ നമ്മൾ ബെൽജിയത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഗവൺമെന്റിനെ പറ്റി പറഞ്ഞത്? അതിന് പെർഫെക്റ്റ് എക്സാമ്പിളാണ്. അവസാനത്തേത്, നാലാമത്തെ രീതി, രാഷ്ട്രീയ പാർട്ടികളും പ്രഷർ ഗ്രൂപ്പുകളും മറ്റ് സംഘടനകളും അധികാരം പങ്കുവയ്ക്കുന്നത്. 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, കോയലീഷൻ ഗവൺമെന്റ് അഥവാ മുന്നണി സർക്കാർ. ഒരു പാർട്ടിക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ 2 or 3 പാർട്ടികൾ ഒന്നിച്ചു ചേർന്ന് ഭരിക്കില്ലേ? അതാണ്. 2, കർഷക സംഘടനകൾ, വ്യാപാരികളുടെ സംഘടനകളൊക്കെയുണ്ട്. അവർ ഗവൺമെന്റിന്റെ ഭാഗമല്ല, പക്ഷേ സമരങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ അവർക്ക് കഴിയും. ഇതും ഒരു തരം പവർ ഷെയറിംഗ് ആണ്. അപ്പോ ഈ ചാപ്റ്റർ മുഴുവൻ പഠിച്ചപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായത്? സിമ്പിളായി പറഞ്ഞാൽ പവർ ഷെയറിംഗ് ഒരു ജനാധിപത്യത്തിന് വളരെ നല്ലതാണ്. കാരണം അത് ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. അത്രയുള്ളൂ കാര്യം. അപ്പോ പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം. പവർ ഷെയറിംഗ് ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, തീരുമാനങ്ങൾ എടുക്കാൻ സമയം കൂടുതൽ എടുത്തെന്നും വരാം. പക്ഷേ ബെൽജിയവും ശ്രീലങ്കയും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ അധികാരം പങ്കുവയ്ക്കാതിരുന്നാൽ ഒരു രാജ്യം കൊടുക്കേണ്ടി വരുന്ന വില എന്താണ്? ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും.